الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا ومعلمنا وقائدنا وأسوتنا ورسولنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح للأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم على هذا النبي الكريم وعلى آله وصحابته أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين صدق الله العلي العظيم. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊണ്ട് അവന്റെ എല്ലാ വിധത്തിലുള്ള ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടാൻ പരിശ്രമിച്ച് അവൻ കൽപ്പിച്ചിട്ടുള്ള അവന്റെ സ്വർഗം കിട്ടാൻ കാരണമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നിട്ടുള്ള അവന്റെ സിറാത്തുൽ മുസ്തഖീം ചൊവ്വായ പാതയിലൂടെ മുന്നോട്ടു പോയി അവന്റെ സ്വർഗത്തിൽ എത്തിപ്പെടണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ആഗ്രഹം പോലെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുടെ മുതൽക്കൂട്ട് നമുക്കുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തണം. സ്വർഗം കിട്ടാൻ കുറേയധികം പാടുപെടേണ്ടതുണ്ട്, പണിയെടുക്കേണ്ടതുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെയധികം കരുതലോടുകൂടി ഈ ലോകത്ത് ജീവിക്കേണ്ടതുണ്ട്, വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ നമുക്ക് നമ്മുടെ ശാശ്വത ഗേഹത്തിൽ ഈ ലോകത്തിന് ശേഷമുള്ള ആഖിറത്തിൽ പരലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഗൗരവത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ അല്പായുസ്സിനെ ഉപയോഗപ്പെടുത്തുവാൻ സഹോദരന്മാരെ സഹോദരിമാരെ എപ്പോഴും ശ്രദ്ധിക്കുക. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ കാരുണ്യം കൊണ്ട് എല്ലാവിധ ശിക്ഷകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവന്റെ നരകത്തിൽ നിന്ന്, അവന്റെ ഖബർ ശിക്ഷയിൽ നിന്ന്, അവന്റെ അതികഠിനമായ വിചാരണയിൽ നിന്ന്, ചോദ്യം ചെയ്യലുകളിൽ നിന്ന്, എല്ലാവിധത്തിലുള്ള ശിക്ഷകളിൽ നിന്നും പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ. അവന്റെ സ്വർഗത്തിൽ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും
സൽക്കർമ്മികളുടെയും കൂടെ എത്തിപ്പെടാനുള്ള സൗഭാഗ്യം, സൽക്കർമ്മങ്ങൾ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞിട്ടുള്ള, നമ്മളൊക്കെ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ആയത്താണ് ഇന്ന് നാം ഓതിയിട്ടുള്ളത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹുവിന്റെ കരുണ കൊണ്ട്, കാരുണ്യം കൊണ്ട് താങ്കൾ അവരോട്, താങ്കളുടെ അനുയായികളോട് ലോല സ്വഭാവക്കാരനായി. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലംഫല്ലു മിൻ ഹൗലിക്. താങ്കൾ ഒരു പരുക്കനും പരുഷ ഹൃദയനുമായിരുന്നുവെങ്കിൽ, കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ, ലംഫല്ലു മിൻ ഹൗലിക്, എല്ലാവരും താങ്കളുടെ ചുറ്റുപാടു നിന്നും തിരിഞ്ഞു പോകുമായിരുന്നു. ഫഅഫു അൻഹും, അവർക്ക് താങ്കൾ വിട്ടുവീഴ്ച ചെയ്യുക. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി താങ്കൾ പടച്ചതമ്പുരാനോട് പശ്ചാത്തപിക്കുക. വശാവിർഹും ഫിൽ അംരി, അവരോട് താങ്കൾ കാര്യങ്ങൾ കൂടിയാലോചിക്കുക. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, നിശ്ചയം അല്ലാഹു അവനിൽ ഭരമേൽപ്പിക്കുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ് ഈ ആയത്തിലെ പ്രധാനപ്പെട്ട ഭാഗത്ത് പ്രധാനമായ പരാമർശം. അള്ളാഹുവിന്റെ കരുണ കൊണ്ട് ജനങ്ങളോട് ലോലമായി പെരുമാറുന്ന മഹാനായ പ്രവാചകൻ. ഒരിക്കലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരുഷ ഹൃദയനായിരുന്നില്ല, ഒരു പരുക്കനായിരുന്നില്ല. അതേവസരം പ്രവാചകൻ വളരെ ലോലനായിരുന്നു, ലോല സ്വഭാവക്കാരനായിരുന്നു. ആർക്കും സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഇങ്ങനെയൊന്നുമല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും താങ്കൾക്ക് അനുയായികൾ ഉണ്ടാകുമായിരുന്നില്ല, എല്ലാവരും പിരിഞ്ഞു പോകുമായിരുന്നു. ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്, ഉഹദ് യുദ്ധത്തെ പരാമർശിക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ ഈ വിധത്തിലുള്ള ഒരു പരാമർശം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള ഒരു വ്യക്തിപരമായ പരാമർശം നടത്തിയിട്ടുള്ളത്. ഉഹദ് യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ നായകനായ റസൂലുള്ളയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ വലിയ ഒരു പരീക്ഷണമായിരുന്നു. അനുയായികൾ, കൂടെ പുറപ്പെട്ട അനുയായികളിൽ 1/3 വിഭാഗം മുനാഫിക്കുകൾ മടങ്ങിപ്പോയ ഒരു ദാരുണമായ സംഭവം. 1/3 ആളുകൾ യുദ്ധത്തിന് പുറപ്പെട്ട് തിരിച്ചുപോയി, പ്രവാചകനെ അവർ വിട്ടേച്ചു. പിന്നെ പ്രവാചകന്റെ അനുചരന്മാര് തന്നെയാണ്, സഹാബത്താണ്. പക്ഷേ അവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ പാലിക്കാതെ അവരെ നിർത്തിയിരുന്ന കുന്നിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് യുദ്ധമുതലുകൾ വാരിക്കൂട്ടുവാൻ അവർ ധൃതി കാണിച്ചു. അവസാനം യുദ്ധത്തിൽ പരാജയപ്പെട്ടു, പലരും പിരിഞ്ഞുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതാനും സഹാബികളും മാത്രം ഒറ്റയ്ക്കായി. റസൂലുള്ളാഹിക്ക് തന്നെ ശരീരത്തിൽ പല പരിക്കുകളും ഏറ്റു. റസൂല് കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ പോലും അള്ളാഹിന്റെ റസൂല് ആരോടും, റസൂലിന്റെ അനുയായികളോട് ആരോടും പരുഷമായി പെരുമാറിയില്ല. ആരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശകാരിക്കുകയോ അവരെ ചീത്ത പറയുകയോ ചെയ്തില്ല. റസൂലുള്ള വളരെ തന്മയത്വത്തോടുകൂടി, ആത്മസംയമനത്തോടുകൂടിയാണ് ആ പ്രതിസന്ധിയെ നേരിട്ടത്. പ്രവാചകന്റെ അനുയായികളോട് പ്രവാചകന് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അവരുടെ നടപടികളോട് പ്രവാചകന് ഒരുപാട് വിയോജിപ്പുകളുണ്ടായിരുന്നു. അവർ സ്വീകരിച്ച നിലപാടുകൾ, പ്രവാചകൻ ഉണ്ടാക്കിയ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ ചില്ലറയായിരുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അവരുടെ പല നടപടികൾ കൊണ്ടും അല്ലാഹുവിന്റെ റസൂലിനുണ്ടായത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴോ അതിന് ശേഷമോ അത് ചെയ്ത ആളുകളെ ശകാരിക്കുകയോ ചീത്ത പറയുകയോ അവരോട് റസൂലിന്റെ വിമ്മിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. പരിശുദ്ധ ഖുർആനാണ് അവരെ കൈകാര്യം ചെയ്തത്. അവർ ചെയ്ത നിലപാടുകളെ, അവർ സ്വീകരിച്ച നിലപാടുകളെ അതിശക്തമായി ചോദ്യം ചെയ്തത് പരിശുദ്ധ ഖുർആനായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് അപ്പോഴും വളരെ ലയ്യനായിക്കൊണ്ട് മാർദ്ദവുമായ പെരുമാറ്റമാണ് റസൂൽ അപ്പോഴും കാഴ്ചവെച്ചത്. റസൂൽ ഒരിക്കലും പരുക്കമായിട്ട് അവരോട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ല. അപ്പൊ ഖുർആൻ പറയുകയാണ്, അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ, പരുഷനായിട്ടാണ് താങ്കൾ അവരോട് പെരുമാറിയിരുന്നത് എങ്കിൽ ആരും താങ്കളുടെ കൂടെ ഉണ്ടാകുമായിരുന്നില്ല, എല്ലാവരും പിരിഞ്ഞു പോകുമായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനെ സ്നേഹിച്ചതുപോലെ
ഒരു സമൂഹം അവരുടെ നേതാവിനെ സ്നേഹിച്ചതായിട്ട് ചരിത്രം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. എങ്ങനെയാണ് അള്ളാന്റെ റസൂൽ ഈ വിധത്തിൽ സ്നേഹിക്കപ്പെട്ടത്? അത് അള്ളാന്റെ റസൂലായിരുന്നു എന്ന ഒരു കാരണം കൊണ്ട് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു അതിൽ പ്രധാനമായ പങ്കുവഹിച്ച മറ്റൊരു ഘടകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം റസൂലുമായി ഇടപഴകിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ ഒരാൾക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. ആ മനുഷ്യനോട് ഒരാൾക്ക് പ്രതിബദ്ധത പുലർത്താതിരിക്കുവാൻ കഴിയില്ല. ആ മനുഷ്യന് വേണ്ടിയിട്ട് എന്തും ചെയ്യാതിരിക്കുവാൻ ഒരാൾക്ക് കഴിയുകയില്ല. അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, താങ്കൾ ഒരു മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു റസൂലിനെ വിശേഷിപ്പിച്ചു. താങ്കൾ ഒരു ഖുലുഖുൻ അലീം, ഒരു ഭയങ്കര മഹത്തായ അസാധാരണമായ സ്വഭാവത്തിന്റെ ഉടമയാണ് പ്രവാചകൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. ഈ പ്രവാചകൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഹദീസിലെ നല്ലൊരു ഭാഗം മനുഷ്യരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുന്ന ഭാഗമാണ്. വളരെയധികം ഹദീസുകളിൽ നല്ല ഒരു ഭാഗം അങ്ങനെയാണ്. ഹദീസുകളിൽ ഏറ്റവും പ്രാമാണികമായ ഹദീസ് ഗ്രന്ഥം സഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥമാണല്ലോ. ഈ ഹദീസ് ഗ്രന്ഥത്തിൽ കിതാബുൽ അദബ്, വെറും മര്യാദകൾ, മനുഷ്യരോടുള്ള പെരുമാറ്റത്തിന്റെ മര്യാദകളെ പറ്റി പറയുന്ന ഒരൊറ്റ ബാബിൽ 256 ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. 256. അത് ഈ അദബ് മാത്രമാണ്. വേറെ കുറെ കുടുംബ ബന്ധങ്ങൾ, സലാം പറയൽ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വേറെ ബാബുകളിൽ, വേറെ അധ്യായങ്ങളിലുണ്ട്. ഈ അദബ് എന്ന് പറയുന്ന ഒരൊറ്റ അധ്യായം മാത്രം എടുക്കുകയാണെങ്കിൽ അതിൽ മാത്രമായിട്ട് 256 ഹദീസുകൾ കാണാൻ കഴിയും. ഇതേ ഇമാം ബുഖാരി തന്നെ, സഹീഹുൽ ബുഖാരിയുടെ കർത്താവായ ഇമാം ബുഖാരി തന്നെ വേറെ ഇത് സംബന്ധമായിട്ട് അദബുകളെ സംബന്ധിച്ച് പറയുന്ന പിന്നെ എല്ലാ സംഗതികളെയും ശേഖരിച്ചുകൊണ്ട് അൽ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സ്വതന്ത്രമായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഇതുപോലുള്ള ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുണ്ട്. അദബുകളെ പറ്റിയുള്ള ഹദീസ് അത് 1322 ഹദീസുകളുണ്ട്. 1322 ഹദീസുകൾ ഇമാം ബുഖാരിയുടെ തന്നെ അൽ അദബുൽ മുഫ്രദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദബിനെ സംബന്ധിച്ച്, മനുഷ്യരുടെ പെരുമാറ്റത്തെ സംബന്ധിച്ച്, സ്വഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള 1322 ഹദീസുകളാണ് അതിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യരോടുള്ള പെരുമാറ്റത്തിന്റെ മര്യാദകളെ ഒരു കുറേ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിച്ചതായി, വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായി വരുന്നത്, ഇന്ന് പലപ്പോഴും നമുക്ക് സ്വഭാവങ്ങളിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ പിൻപറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഏറ്റവും അധികം ഈമാനുള്ള മനുഷ്യൻ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരിക്കും. ഏറ്റവും അധികം ഈമാനുള്ള മനുഷ്യൻ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരിക്കും. അതാണ് ഈമാനിന്റെ മാനദണ്ഡം. പക്ഷെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും മറിച്ചാണ്. പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ നല്ല ഈമാനുള്ള മനുഷ്യൻ സ്വഭാവത്തിൽ വളരെ മോശമായിരിക്കും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതേസമയം ഈമാൻ കുറഞ്ഞ അവർ മനുഷ്യന്മാരോട് പെരുമാറാൻ വളരെ ഉഷാറായിരിക്കും. ഇന്ന് പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്? ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വൈരുദ്ധ്യമാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണ്. നല്ല ഈമാനുള്ള മനുഷ്യർ അവർ സുന്നത്ത് നോമ്പ് നോൽക്കുന്നുണ്ടാകും, അവർ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടാകും, ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവരുടെ പെരുമാറ്റം ഒരു മനുഷ്യനെ അവരുടെ അടുത്ത് ചെല്ലാൻ തോന്നുകയില്ല. ഒരാളുടെ സ്വഭാവത്തിന്റെ മഹിമ മനസ്സിലാവുക അപ്പോഴാണ്. ഒരു നല്ല സ്വഭാവമുള്ള മനുഷ്യനെ കാണാൻ എല്ലാവർക്കും ഒരു ഇഷ്ടമായിരിക്കും. അയാളോട് സംസാരിക്കാൻ എല്ലാവർക്കും ഒരു ഇഷ്ടമായിരിക്കും. അയാൾക്ക് കൈകൊടുക്കാൻ എല്ലാവർക്കും ഒരു ഇഷ്ടമായിരിക്കും. അയാൾ പറയുന്നത് കേൾക്കുവാൻ എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കും. അയാളുടെ കൂടെ ഇരിക്കുന്നത് ഒരു സന്തോഷമായിരിക്കും. എന്താണ് കാരണം? നല്ല സ്വഭാവമാണ്. അയാളുടെ കൂടെ ഇരുന്നാൽ നമുക്കൊരു നിർവൃതി ഉണ്ടാകും. കാരണം ആ സ്വഭാവത്തിന്റെ മഹിമയാണ്. വേറെ ചില ആളുകളെ നമ്മൾ കണ്ടാൽ മെല്ലെ ഒഴിഞ്ഞു മാറും. അയാളോട് സംസാരിക്കാൻ നിന്നാൽ പറ്റില്ല എന്ന് നമുക്ക് തോന്നും. അയാളുമായി സംസാരിച്ചാൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കും. അയാളുടെ സ്വഭാവം മോശമാണ് എന്നുള്ളതാണ് കാരണം.
അപ്പോ പലപ്പോഴും ഈമാനുള്ള ആളുകൾ മനുഷ്യരോടുള്ള പെരുമാറ്റത്തിൽ അവരുടെ ഈ ഈമാനിന്റെ നിലവാരം പ്രകടിപ്പിക്കാതിരിക്കുന്നത് ആണ് നമുക്ക് പലപ്പോഴും കാണുന്നത്. അപ്പോ ബാക്കിയുള്ള ആരാധനാ കാര്യങ്ങളിലൊക്കെ വളരെ നിഷ്ഠ പുലർത്തുന്ന ആളുകൾ, സുന്നത്ത് റവാത്തിബ് നവാഫിലുകളിലൊക്കെ വളരെ കണിശത പുലർത്തുന്ന ആളുകൾ, അവർ അവരുടെ പെരുമാറ്റത്തിൽ വളരെ മോശമായിരിക്കും. ജനങ്ങളോട് മാത്രമല്ല, കുടുംബത്തിലും അങ്ങനെയായിരിക്കും. വീട്ടിലെ ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ, മക്കളോടുള്ള പെരുമാറ്റത്തിൽ അതൊക്കെ വളരെ മോശമായിരിക്കും. അതേ അവസരം അള്ളാഹുവിനോടുള്ള പെരുമാറ്റത്തിൽ അവർ വളരെ ഉഷാറായിരിക്കും. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം ഇസ്ലാം ദീന് പഠിപ്പിച്ചിട്ടുള്ളത് തന്നെ ഈ സ്വഭാവം എന്ന് പറയുന്നത് അത് ഈമാനിന്റെ ഒരു ഭാഗമായിട്ടാണല്ലോ. ഇതില്ലാത്ത ഒരു ഈമാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് തന്നെ ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ വന്നിട്ടുള്ളത് തന്നെ ഉന്നതമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഉന്നതമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. റസൂലിന്റെ നിയോഗ ദൗത്യം തന്നെ ഉന്നതമായ സ്വഭാവങ്ങളെ ലോകത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റസൂലിന്റെ നിയോഗ ദൗത്യം ഇതായിട്ടും ഈമാനുള്ളപ്പോൾ പോലും പലപ്പോഴും സ്വഭാവങ്ങളിൽ ഈ ഈമാനിന്റെ മികവ് പ്രകടിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ, ഈ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഈമാൻ ഏറ്റവും പൂർണ്ണമായിട്ടുള്ളത് ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് എന്നാണ്. ഈമാൻ പൂർണ്ണമായിട്ടുള്ളത് ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. അപ്പൊ ഒരാളുടെ ഈമാൻ അളക്കാനുള്ള മാനദണ്ഡമാണ് അയാളുടെ സ്വഭാവം എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. ഒരാളുടെ സ്വഭാവം സമ്പൂർണ്ണമാണോ, ഏറ്റവും നല്ല സ്വഭാവമാണോ ഒരാൾക്കുള്ളത്, അയാളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാളുടെ ഈമാൻ പൂർണ്ണമാണ് എന്നതാണ്. ഒരാളുടെ സ്വഭാവം വളരെ മോശമാണ്, അയാൾ വേറെ കുറെ ആരാധനകൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ അയാളുടെ സ്വഭാവം വളരെ മോശമാണ്. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ അയാൾ അക്മലുൽ മുഅ്മിനീന ഈമാന, ഈമാൻ സമ്പൂർണനായ ഒരു മനുഷ്യനാണ് എന്ന് പറയാൻ പറ്റുകയില്ല. അതേസരം ഒരാളുടെ സ്വഭാവം പൂർണ്ണമാണ്, നല്ല സ്വഭാവമാണ് എന്ന് അയാളെ പറ്റി പറയാൻ പറ്റുമ്പോഴാണ് അയാൾ ഒരു പൂർണ്ണ മുഅ്മിനാണ് എന്ന് പറയാൻ പറ്റുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നിട്ട് റസൂൽ പറഞ്ഞു ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും സമ്പൂർണ്ണ ഈമാനുള്ളവൻ സമ്പൂർണമായും സൽസ്വഭാവമുള്ളവനാണ് എന്നതിന് പുറമെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾ ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, തങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ. മനുഷ്യന്മാരുടെ ഈമാൻ, മനുഷ്യന്മാരുടെ ഖൈറ്, മനുഷ്യന്മാരുടെ വിശ്വാസവും മനുഷ്യന്മാരുടെ സൽസ്വഭാവവും മനുഷ്യന്മാരുടെ നന്മയും അളന്നു നോക്കാനുള്ള മാനദണ്ഡങ്ങളാണ് റസൂലുള്ളാഹി പറയുന്നത്. നിങ്ങൾ നല്ലവനാണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഭാര്യയോടുള്ള പെരുമാറ്റത്തിലാണ്. ഒരാളുടെ നന്മ പ്രകടിപ്പിക്കേണ്ടത് അതുപോലുള്ള സന്ദർഭങ്ങളിലാണ്. ഭാര്യയോട് നന്മ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന് പിന്നെ ലോകത്ത് ഒരാളോട് നന്മ പ്രകടിപ്പിക്കാൻ കഴിയില്ല. അയാൾ പ്രകടിപ്പിക്കുന്നത് നന്മയല്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആള് ഏറ്റവും നന്നായിട്ട് ഭാര്യയോട് പെരുമാറുന്നവരാണ്. അപ്പൊ ആദ്യം ഈമാൻ പൂർണ്ണമായിട്ടുള്ള മനുഷ്യൻ, സൽസ്വഭാവം പൂർണ്ണമായിട്ടുള്ള മനുഷ്യനാണ് എന്ന റസൂലിന്റെ വർത്തമാനം സഹോദരന്മാരെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹുവിനോട് മാത്രം മാന്യമായിട്ട് പെരുമാറിയത് കൊണ്ടായില്ല, മനുഷ്യന്മാരോട് മാന്യമായിട്ട് പെരുമാറുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത്. ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹു സുന്ദരനാണ്. യുഹിബ്ബുൽ ജമാല, അള്ളാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞു വയുഹിബ്ബു മആലിയൽ അഖ്ലാഖി, ഉന്നതമായ സ്വഭാവങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. വയക്റഹു സഫ്സാഫഹ, വളരെ വൃത്തികെട്ട വില കുറഞ്ഞ സ്വഭാവങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നു. നിലവാരമില്ലാത്ത സ്വഭാവങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നു. അള്ളാഹു സുന്ദരനാണ്, സൗന്ദര്യത്തെ അവൻ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ഉന്നതമായ ഉയർന്ന സ്വഭാവങ്ങളെ, ഉയർന്ന പെരുമാറ്റ രീതികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. വില കുറഞ്ഞ നിലവാരമില്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്ന ഉന്നതനായ സൃഷ്ടിയുടെ സ്റ്റാറ്റസിന്, അവന്റെ നിലവാരത്തിന് ചേരാത്ത സ്വഭാവങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോ
ഇത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കുമ്പോ തുലാസിൽ കനം തൂങ്ങുന്നത് വെറും ആരാധനാ കർമ്മങ്ങളല്ല എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി ഓർക്കണം. എന്നല്ല, ആരാധനാ കർമ്മങ്ങളെക്കാൾ ചിലപ്പോൾ സൽസ്വഭാവമാണ് അള്ളാഹു സൽക്കർമ്മങ്ങളെ തുലാസിൽ തൂക്കുമ്പോൾ സൽക്കർമ്മങ്ങൾക്കാണ് കൂടുതൽ കനം കിട്ടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അസ്കറു ഷൈഇൻ ഫി മീസാനിൽ മുഅ്മിൻ, അന്ത്യനാളിൽ പരലോകത്തെ മുഅ്മിനിന്റെ തുലാസിൽ ഏറ്റവും അധികം കനമുള്ളത്, കനം തൂങ്ങുന്നത് ഖുലുഖുൻ ഹസൻ, ഏറ്റവും നല്ല സ്വഭാവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഏറ്റവും നല്ല സ്വഭാവം. നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോ ഒരാളുടെ സ്വഭാവത്തിന് വലിയ ഭാരമുണ്ട്, കനമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നല്ല സ്വഭാവമുള്ളവനെ പരലോകത്ത് അവന്റെ കർമ്മങ്ങൾ തൂക്കുമ്പോൾ രക്ഷപ്പെടാൻ പറ്റും. മനുഷ്യന്മാരോട് മാന്യമായിട്ട് പെരുമാറിയിട്ടുണ്ട് എങ്കിൽ അവന് പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ പരലോകത്ത് ഏറ്റവും അധികം കനം തൂങ്ങുന്ന ഒരു കാര്യമാണ്, ഒരു സൽക്കർമ്മമാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത്, മനുഷ്യന്മാരോടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത്. റസൂല് ഒരു സഹാബിയെ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഉപദേശിച്ചത് പലപ്പോഴും നമ്മൾ കേട്ടിരിക്കും. ഈ 3 കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട 3 കാര്യങ്ങളാണത്. റസൂൽ പറയുന്ന 3 കാര്യങ്ങൾ: ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ പേടിക്കുക. നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ പേടിക്കുക. ഏത് സന്ദർഭത്തിലും, വീടിലാവട്ടെ, കവലകളിലാവട്ടെ, അങ്ങാടികളിലാവട്ടെ, കടകളിലാവട്ടെ, ഏത് സ്ഥലത്താണ് എങ്കിലും, യാത്രയിലാവട്ടെ, എപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് തഖ്വ എന്ന് പറയുന്നതിന്. അതിന് നേരവും നിലയുമില്ല, അതിന് സമയവും കാലവുമില്ല, സ്ഥലവുമില്ല. എല്ലായിടത്തും നിന്റെ കൂടെ ഉണ്ടാകേണ്ടതാണ് തഖ്വ. എവിടെയായിരുന്നാലും, ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും തഖ്വ ഉണ്ടാവുക. രണ്ടാമതായിട്ട് റസൂല് പറഞ്ഞത് അത്ബിഇ സയ്യിഅത അൽ ഹസനത, തിന്മകളെ നന്മകൾ കൊണ്ട് തുടർത്തുക. മനുഷ്യന്മാരാണ്, തിന്മകൾ സംഭവിക്കും. അത് നാവുകൊണ്ട് സംഭവിക്കും, കണ്ണുകൊണ്ട് സംഭവിക്കും, കാതുകൊണ്ട് സംഭവിക്കും. പലപ്പോഴും നിയന്ത്രിച്ചാൽ പോലും പലപ്പോഴും പല ആളുകൾക്കും പല തിന്മകളും സംഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞു കൊടുക്കുന്ന പരിഹാരം, ഒരു തിന്മ സംഭവിച്ചു, അത് അതോടുകൂടി ആകെ തകരുകയും, തിന്മ സംഭവിച്ചു, ഇനി ഞാൻ എവിടേക്കാണ് നന്മ ചെയ്യുന്നത്, ഇനി നന്മ ചെയ്തിട്ട് എന്താണ് കാര്യം എന്നൊക്കെ വിചാരിച്ച് ആകെ നശിക്കുകയും തകരുകയും നിരാശനാവുകയും ചെയ്യാനല്ല വിശ്വാസിയോട് അള്ളാഹു റസൂൽ ആവശ്യപ്പെടുന്നത്. പകരം അവർക്കും അള്ളാഹു ശുഭാപ്തി വിശ്വാസം നൽകുകയാണ്, അവർക്കും പ്രതീക്ഷ നൽകുകയാണ്. നിരാശനാവേണ്ടതില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അവരവരോട് അക്രമം ചെയ്ത ആളുകളോട് പറയുക, അടിമകളോട്, അള്ളാന്റെ അടിമകളോട് നിങ്ങൾ ഒരിക്കലും അള്ളാന്റെ റഹ്മത്തിനെ പറ്റി ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാന്റെ റഹ്മത്തിനെ പറ്റി ഒരിക്കലും നിരാശരാകണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞ് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയാണ്. അപ്പൊ ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ അതോടുകൂടി വീണു എന്ന് വിചാരിച്ച് വീണെടുത്ത് തന്നെ കിടക്കുകയല്ല. വിശ്വാസി വീണെടുത്ത് നിന്ന് പതുക്കെ എഴുന്നേൽക്കുകയാണ്, വീണ്ടും നിവർന്നു നിന്ന് സ്വർഗത്തിലേക്ക് നടക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാതെ വീണ നരകക്കുണ്ടിൽ തന്നെ വീണ് കിടക്കുകയല്ല അവൻ ചെയ്യുന്നത്. അവിടെ നിന്ന് ശക്തി സംഭരിച്ച് സ്വർഗത്തിലേക്ക് മുന്നോട്ട് നടക്കുകയാണ്. അപ്പൊ റസൂല് പറയുന്നത്, തെറ്റ് സംഭവിക്കുമ്പോൾ അത്ബിഇ സയ്യിഅത അൽ ഹസനത, ആ തെറ്റിനെ തുടർന്ന് ഒരു നന്മ നീ ചെയ്യുക. ഒരു സയ്യിഅത്തിനെ തുടർന്ന് ഒരു ഹസനത്തിനെ നീ ചെയ്യുക. അപ്പോ തംഹുഹ, നീ രണ്ടാമത് ചെയ്യുന്ന ഈ നന്മ നീ ആദ്യം ചെയ്ത ആ തിന്മയെ മായ്ച്ചു കളയും. അപ്പൊ തിന്മ സംഭവിച്ചാൽ റസൂല് പറയുന്ന ഒരു പ്രായോഗികമായ പരിഹാരം ഇതാണ്. അതിനെ തുടർന്ന് തിന്മയെ തുടർന്ന് നന്മ ചെയ്യുക. തിന്മ ചെയ്യുന്ന മനുഷ്യന്മാരെ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് ആ തിന്മകളെ മായ്ച്ചു കളയുകയാണ് ചെയ്യേണ്ടത്. ഒരാളുടെ ജീവിതത്തിൽ ഒരു തിന്മ സംഭവിക്കുമ്പോൾ അത്രയധികം അയാൾ പിന്നെ നന്മ ചെയ്തുകൊണ്ട് അതിനെ മറികടക്കാൻ അയാൾക്ക് ബാധ്യതയുണ്ട്. സാധാരണ ഒരാൾ ചെയ്യുന്ന നന്മയേക്കാൾ തിന്മ ചെയ്ത മനുഷ്യൻ കൂടുതൽ നന്മ ചെയ്യണം. കാരണം ഈ നന്മയെ മുഴുവനും തോൽപ്പിച്ചിട്ട് വേണം അയാൾക്ക് പിടിച്ചു നിൽക്കാൻ. തുലാസിൽ ഇത് തൂക്കുമ്പോൾ, ഈ തിന്മകൾ കനം തൂങ്ങുമ്പോ അതിനെ ഇങ്ങോട്ട് മറിച്ചു തൂക്കുവാൻ മാത്രം
നന്മകൾ അയാൾക്കുണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അത്ബി സയ്യിഅത അൽ ഹസനത, തിന്മയെ തുടർന്ന് തിന്മ സംഭവിച്ചാൽ അതേ തുടർന്ന് നീ നന്മ ചെയ്യുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ കൽപ്പന. മൂന്നാമത്തെ കൽപ്പന സഹോദരന്മാരെ, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, നിന്റെ ചുറ്റുപാടുമുള്ള ജനങ്ങളോട് നല്ല നിലയ്ക്ക് പെരുമാറുക. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്. മൂന്നും ശ്രദ്ധിച്ചാൽ ഒരാൾ വിജയിച്ചു. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. രണ്ട്, നീ തിന്മ ചെയ്താൽ നന്മ ചെയ്തിട്ട് ആ തിന്മയെ മായ്ച്ചു കളയുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതേപോലെ പ്രധാനപ്പെട്ട നീ മൂന്നാമതൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ നീ രക്ഷപ്പെട്ടു. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, വലിയ മാർക്കുണ്ടതിന്. ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്ക് ഏതുപോലെ മാർക്കുണ്ടോ അതുപോലെ വലിയ മാർക്കുണ്ട്. ജനങ്ങളോട് പെരുമാറുമ്പോൾ ഖുലുഖുൻ ഹസൻ, നല്ല വിധത്തിൽ പെരുമാറുക, നല്ല വിധത്തിൽ ജനങ്ങളോട് പെരുമാറുക. ഇങ്ങനെ ജനങ്ങളോട് നല്ല വിധത്തിൽ പെരുമാറിയാൽ അവർക്കുള്ളതാണ് റസൂല് പറയുന്നത്. അവർക്കാണ് പരലോകത്ത് കർമ്മങ്ങൾ തൂക്കുമ്പോൾ ഖുലുഖുൻ ഹസൻ അസ്ഖലു ഷൈ, അള്ളാഹുവിന്റെ തുലാസിൽ ഏറ്റവും അധികം ഖനമുള്ളതാണ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നല്ല സ്വഭാവം എന്ന് പറയുന്നത്. റസൂല് തന്നെ വേറൊരിക്കൽ പറഞ്ഞു, ഇന്ന റജുല ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജാതി ഖായിമിൽ ലൈലി ശായിമിൻ നഹാരി. ഒരു മനുഷ്യൻ, ഒരു മുഅ്മിൻ, അവന്റെ നല്ല സ്വഭാവം കൊണ്ട് രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്നവന്റെ, പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നവന്റെ ദറജയിലേക്ക് എത്തുക തന്നെ ചെയ്യും. സ്വഭാവം കൊണ്ട് അവൻ രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്നില്ല, അവൻ സുന്നത്ത് നോമ്പ് എടുക്കുന്നില്ല. പക്ഷേ ഈ സ്വഭാവത്തിന്റെ മഹിമ കൊണ്ട് ഒരാള് രാത്രി ഉറക്കമിളച്ചുകൊണ്ട് എങ്ങനെയാണോ സുജൂദും റുക്കൂവും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് ഒരാൾ തഹജ്ജുദ് നമസ്കരിക്കുന്നത്. വലിയ പ്രയാസമുണ്ടതിന്. ഉറക്കം എന്ന് പറയുന്ന ഏറ്റവും ആനന്ദകരമായ അനുഭവത്തെ മാറ്റിവെച്ചുകൊണ്ടാണ് അയാൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഒരു നല്ല വർത്തമാനം, ഒരു മനുഷ്യന്റെ ഒരു നല്ല ഹസ്തദാനം, ഒരു മനുഷ്യന്റെ ഒരു പുഞ്ചിരി, ഒരു മനുഷ്യന്റെ ഒരു സഹായ ഹസ്തം, ഒരു മനുഷ്യന്റെ ഒരു നല്ല പെരുമാറ്റം, ഒരു മനുഷ്യന്റെ ഒരു നല്ല ഉൾക്കൊള്ളൽ, ഒരു മനുഷ്യന്റെ ഒരു നല്ല ക്ഷമ, ഒരു മനുഷ്യന്റെ ദാനം, ഒരു മനുഷ്യന്റെ കൊടുക്കൽ, ഒരു മനുഷ്യന്റെ കൈപിടിക്കൽ, ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി റസൂല് പറയുന്നത് രാത്രി ഒരാൾ നിന്ന് നമസ്കരിച്ചവന്റെ ആ ദറജയിലെത്തി ഇയാൾ എന്നാണ്. പകല് നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്പം പ്രയാസത്തോടു കൂടിയാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഖുലുഖുൻ ഹസൻ, ഒരു നല്ല സ്വഭാവമുള്ള മനുഷ്യൻ ഈ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുന്ന ആ സത്യവിശ്വാസിയുടെ ദറജയിലേക്ക് എത്തും. ലയുദ്രിക്, അവൻ എത്തുക തന്നെ ചെയ്യും അവന്റെ നല്ല സ്വഭാവം കൊണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും വലിയ മാതൃക നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാന ഖുലുഖുഹു അൽ ഖുർആൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ റസൂലിന്റെ സ്വഭാവത്തെപ്പറ്റി, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നുള്ളത്. ഒരാളെപ്പറ്റി ഏറ്റവും സത്യസന്ധമായ, നിഷ്പക്ഷമായ, സൂക്ഷ്മമായ അഭിപ്രായം പറയാൻ കഴിയുക അയാളുടെ ഭാര്യക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഏറ്റവും അധികം മതിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ആരാണ്? റസൂലിന്റെ ഭാര്യമാരാണ്. റസൂലിന്റെ കുടുംബജീവിതം നമുക്കറിയാവുന്നതുപോലെ വളരെ പരസ്യമാണ്. സാധാരണഗതിയിൽ വേറെ ചില കുടുംബങ്ങളുടെ രഹസ്യങ്ങളാണ് എങ്കിൽ അത് അറിയരുത് എന്ന് നമ്മൾ വിചാരിക്കുന്ന രഹസ്യങ്ങൾ പോലും പ്രവാചകന്റെ കുടുംബജീവിതമായതുകൊണ്ട് അത് മറച്ചുവെക്കപ്പെട്ടിട്ടില്ല. അത് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണ്. റസൂലിന്റെ കുടുംബജീവിതത്തിന്റെ രഹസ്യങ്ങൾ പോലും അത് പുറത്തു വന്നിട്ടുണ്ട്. പുറത്തു വരണം എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ലോകത്തിന് മുഴുവനും മാതൃകയായ പ്രവാചകന്റെ ജീവിതത്തിന്റെ സകല
സൂക്ഷ്മമായ അംശങ്ങളും ലോകം അറിയേണ്ടതുണ്ട് എന്ന് അള്ളാഹു തീരുമാനിച്ചതുകൊണ്ടാണ് അതുപോലുള്ള പ്രവാചകന്റെ കുടുംബജീവിതത്തിന്റെ രഹസ്യങ്ങൾ പോലും രേഖപ്പെടുത്തപ്പെട്ടത്. ഇപ്പൊ റസൂലിനെ പറ്റി ഏറ്റവും അധികം മതിപ്പ് പുലർത്തിയിട്ടുള്ളത് റസൂലിന്റെ ഭാര്യമാരാണ്, പത്നിമാരാണ്. റസൂലിന് സേവനം ചെയ്തവരാണ്. ഒരാളെ പറ്റി ഏറ്റവും സൂക്ഷ്മമായ വിവരം അറിയുക അയാളുടെ ഭാര്യയ്ക്കാണ് എന്നതുപോലെ അയാളുടെ ഖാദിമിന്, വേലക്കാരനാണ്. റസൂലിന് ഇതേപോലെ സേവനങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളും ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഏറ്റവും അധികം മതിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് ഉയർന്ന സ്വഭാവമാണ്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ വളരെ ചെറിയ ഒരു വർത്തമാനത്തിലൂടെ കാന ഖുലുഖുഹു അൽ ഖുർആൻ, റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. നിങ്ങൾക്ക് ഖുർആൻ എങ്ങനെയാണ് എന്നറിയണോ, റസൂലിനെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് റസൂൽ എങ്ങനെയാണ് എന്നറിയണോ, ഖുർആൻ വായിച്ചാൽ മതി. ഇത് രണ്ടും ഒന്നായി തീർന്ന ഒരു വ്യക്തിത്വം. പരിശുദ്ധ ഖുർആനെ ജീവിതത്തിൽ മുഴുവനും ആവാഹിച്ചെടുത്ത് ആ ഖുർആനായി ലോകത്ത് ജീവിച്ച ഇതാണ് ഖുർആൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ പ്രവാചകന്റേത്. നിങ്ങൾക്ക് ഖുർആൻ വായിച്ചാൽ ആ പ്രവാചകനെ മനസ്സിലാക്കാം. നിങ്ങൾ പ്രവാചകന്റെ ജീവിതത്തെ വായിച്ചാൽ ആ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാം. അതാണ് കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നത്? നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മുടെ കൂട്ടത്തിൽ ഈമാനുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് മാന്യമായി പെരുമാറാൻ കഴിയാത്തത്? ഈമാനുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് മാന്യമായി പെരുമാറാൻ കഴിയാത്തത്? അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ വേണ്ടുവോളം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അടിമകളോട് എന്തുകൊണ്ടാണ് മാന്യമായി പെരുമാറാൻ കഴിയാത്തത്? എന്ത് ഈമാനാണ് പിന്നെ അവരുടെ ഈമാൻ? സ്വഭാവത്തിന് വലിയ മാർക്ക് അള്ളാഹുവിന്റെ അടുത്തുള്ളത് കൊണ്ടാണല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വലിയ പ്രാധാന്യം കൊടുത്തത്. ഒരു മനുഷ്യന്മാരോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിഷ്ടമില്ലാത്തത് പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 200 ചില്ലാനം ഹദീസുകളും അതുപോലെ തന്നെ ഇമാം ബുഖാരി അൽ അദബുൽ മുഫ്രദ് എന്ന പേരിൽ ശേഖരിച്ചിട്ടുള്ള കൃതിയിൽ പറഞ്ഞിട്ടുള്ള 1322 ഹദീസുകളും ഇതൊക്കെ പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും. വളരെ നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത് റസൂൽ. ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ട പേര് വിളിക്കുക, ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ട പേര് വിളിക്കുക. റസൂൽ അങ്ങനെയായിരുന്നു. ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്തു തന്നാൽ അയാളോട് ഉടനെ തന്നെ നന്ദി പറയുക. അള്ളാഹുവിനോട്, മനുഷ്യനോട് നന്ദി പറയാത്തവന് ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ കഴിയുകയില്ല. ഒരാൾക്ക് ഹസ്തദാനം ചെയ്യേണ്ടത് എങ്ങനെ, ഒരാൾ അയൽവാസിയോട് പെരുമാറേണ്ടത് എങ്ങനെ, ഒരാള് അന്യമതസ്ഥനായ അയൽവാസിയോട് പെരുമാറേണ്ടത് എങ്ങനെ, സലാം പറയുമ്പോൾ ആർക്കാണ് ആദ്യം സലാം പറയേണ്ടത്, ഒരു സദസ്സിൽ പാലിക്കേണ്ട മര്യാദകൾ എന്ത്, 3 ആളുകളാകുമ്പോൾ 2 ആളുകൾ പാലിക്കേണ്ട മര്യാദകൾ എന്ത് എന്ന് തുടങ്ങി വളരെ അല്ലറ ചില്ലറ കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്ന ഈ സംഗതികളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടാണ് 1322 ഹദീസുകൾ ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആരാധനകളെപ്പറ്റി റസൂൽ അത്രയധികം വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവുകയില്ല. പക്ഷെ സ്വഭാവത്തെപ്പറ്റി അത്രയധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ആ റസൂൽ എന്നിട്ട് ജീവിതത്തിലൂടെ അതിന് മാതൃക കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ അതിന് മാതൃക കാണിച്ചു. റസൂല് ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക, മുഖത്ത് നോക്കാതെ സംസാരിക്കുന്നതിനെ റസൂൽ വിമർശിച്ചു. നമ്മൾ അവിടെ ഇവിടെ നോക്കിയിട്ട് ഒരാളോട് വർത്തമാനം പറയാൻ പാടില്ല. അയാളെ പരിഗണിക്കുന്നതിന്റെ തടസ്സമാണത്. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് വേണം സംസാരിക്കുവാൻ. ഇപ്പോ സംസാരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമായിട്ട് തോന്നിയേക്കാം. പക്ഷേ റസൂൽ അതൊരു വലിയ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഒരാൾക്ക് ഹസ്തദാനം ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അയാൾ കൈവിട്ടിട്ടല്ലാതെ റസൂൽ കൈവിടാറുണ്ടായിരുന്നില്ല. അതൊരു അദബുകേടായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നത്. റസൂലും ഒരാള് മുഖത്തോട് മുഖം നോക്കിയാൽ അയാള് റസൂലിന്റെ മുഖത്ത് നിന്ന് കണ്ണ് പിൻവലിച്ചിട്ടല്ലാതെ റസൂൽ അയാളുടെ മുഖത്ത് നിന്ന് കണ്ണ് പിൻവലിക്കുമായിരുന്നില്ല. പള്ളിയിലിരിക്കുമ്പോ ഏത് വേലക്കാരിക്കും അടിമ സ്ത്രീക്കും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യങ്ങൾ പറയാൻ സാധിക്കുമായിരുന്നു.
ചില ആളുകളുടെ കൂടെ റസൂൽ, ഒരു അടിമ സ്ത്രീ വന്ന റസൂലിന്റെ കൈ പിടിച്ചു കൊണ്ടുപോയി അങ്ങാടിയിലേക്ക്. എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്. റസൂൽ അവരുടെ കൂടെ നടന്നു. അവര് കൈപിടിച്ചു റസൂലിനെ, അവര് മുന്നിൽ നടന്നു, റസൂല് അവരുടെ പിന്നാലെ നടന്നു. അവരുടെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ച് റസൂൽ അത് നിവർത്തിച്ചു കൊടുത്തു. ഒരിക്കലും റസൂലുള്ള അതിൽ അസ്കിത പ്രകടിപ്പിച്ചില്ല. ചെറിയവരെങ്ങനെയാണ് വലിയവരോട് പെരുമാറേണ്ടത് എന്ന് റസൂൽ കൃത്യമായി പഠിപ്പിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് തിന്നേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ വളരെ നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ റസൂലുള്ള വളരെ വിശദമായി പഠിപ്പിക്കുകയും അത് റസൂൽ അക്ഷരം പ്രതി ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. ഇതിനൊരു പ്രാധാന്യവുമില്ലെങ്കിൽ പിന്നെ റസൂൽ ഇതൊക്കെ ചെയ്യണോ? മനുഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ഇതൊന്നും പാലിക്കേണ്ടതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് റസൂൽ ഇതൊക്കെ ഇത്ര ഇടങ്ങേറായി ബുദ്ധിമുട്ടായി ഇതൊക്കെ ചെയ്തത്, ഇതൊക്കെ പാലിച്ചത്? റസൂൽ ഇതൊക്കെ വളരെ കണിശമായി പാലിച്ചു. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ എന്ന് പറയുന്നത് റസൂലിന്റെ അനുചരന്മാർക്ക് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രതിയോഗികൾക്ക് പോലും ആനന്ദം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരനുഭവമായിരുന്നു. ആ റസൂലിനെ കേൾക്കുവാൻ അവർ ആഗ്രഹിച്ചു. ആ റസൂലിന്റെ സാന്നിധ്യത്തിനു വേണ്ടിയിട്ട് അവർ കൊതിച്ചു. ആ റസൂലിന്റെ വിയോഗം അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമായി. ഇതൊക്കെ ആയത് ആ പ്രവാചകന്റെ സവിശേഷമായ വ്യക്തിത്വമാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആ സ്വഭാവത്തെ പ്രകീർത്തിച്ചു. അത് സാധാരണ ഒരു പ്രവാചകന്റെ ഒരു പ്രബോധനവുമായി ബന്ധപ്പെട്ട സ്വഭാവമായിരുന്നില്ല. പകരം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവമായിരുന്നു. അതാണ് പ്രധാനം. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവം, അള്ളാഹുവുമായിട്ടുള്ള ഇബാദത്തുകളിൽ കാണിക്കുന്ന ഉയർന്ന സത്യസന്ധതയും ഉയർന്ന നിഷ്കളങ്കതയും ഒരു മനുഷ്യനോടുള്ള പെരുമാറ്റത്തിൽ അതേ മനുഷ്യന് കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഈമാനാണ് അയാൾക്കുള്ളത്? നിഷ്കളങ്കത എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഏറ്റവും പ്രധാനമാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനോട് നിഷ്കളങ്കമായിട്ട് ഒരു കളങ്കവുമില്ലാതെ, ഒന്നും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ, ഒന്നും മറച്ചുവെക്കാതെ, ഒന്നും പാത്തുവെക്കാതെ, ഒരു അകലവും പാലിക്കാതെ അള്ളാഹുവിനോടെന്ന പോലെ അള്ളാഹുവിന്റെ അടിമയോട് ഒരാൾക്ക് പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുവിനോട് തഹജ്ജുദിൽ അടുത്തു നിൽക്കുന്ന ആ മനുഷ്യന്റെ അടുത്തു നിൽപ്പിന് എന്തർത്ഥമാണുള്ളത്? തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുന്ന സത്യവിശ്വാസി നേരം വെളുത്താൽ അവന്റെ സഹോദരനോട് ചേർന്ന് നിൽക്കുവാൻ, അകലം പാലിക്കാതെ നിഷ്കളങ്കമായി വർത്തിക്കുവാൻ അയാൾക്ക് സാധിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഒരിക്കലും അത് സംഭവിക്കുവാൻ പാടില്ലാത്തതാണ്. അപ്പൊ നമ്മളെ സഹോദരന്മാരെ എപ്പോഴും ഓർക്കുക, നമ്മുടെ സഹോദരന്മാരോടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് ഒരു വലിയ സൽക്രമമാണ്. പരലോകത്ത് നിങ്ങളെ രക്ഷിക്കുന്നത് അതായിരിക്കും. മറ്റു പലയിടങ്ങളിലുമുള്ള നിങ്ങളുടെ പോരായ്മകളെ നികത്തുന്നത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ മഹിമയായിരിക്കും. ഒരു മനുഷ്യനോട്, നിങ്ങളുടെ സമസൃഷ്ടിയോട് നിങ്ങൾ പ്രകടിപ്പിച്ച ഉദാത്തമായ ഉയർന്ന ആ സ്വഭാവമായിരിക്കും മറ്റൊരു മാർക്കും കിട്ടാതിരിക്കുമ്പോ, നിങ്ങളുടെ നന്മകളുടെ തുലാസ് ശൂന്യമായി കിടക്കുമ്പോ ആ തുലാസിന്റെ ഖനം വർദ്ധിപ്പിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, റസൂലുള്ള പറയുന്നതാണ്. അസ്കറു ഷൈഇൻ, മീസാനിൽ അന്ത്യനാളിൽ ഏറ്റവും അധികം ഖനം തൂങ്ങുന്നത് മനുഷ്യന്റെ ഉയർന്ന സ്വഭാവമാണ്, സ്വഭാവ മഹിമയാണ്. അപ്പോ ഇതൊരു നിസ്സാരമായ കാര്യമായിട്ട് കാണരുത്. മനുഷ്യരോടുള്ള പെരുമാറ്റത്തിൽ പ്രതിഫലിക്കേണ്ടതാണ് നമ്മുടെ ഈമാൻ. മനുഷ്യരോടുള്ള സ്വഭാവത്തിൽ നാം പുലർത്തുന്ന മഹിമയാണ് നമ്മുടെ ഈമാനിന്റെ മഹിമ. നമ്മുടെ ഈമാനിന്റെ സമ്പൂർണത എന്ന് പറയുന്നത് നമ്മുടെ സൽസ്വഭാവത്തിന്റെ സമ്പൂർണതയാണ്. സൽസ്വഭാവത്തിന്റെ സമ്പൂർണത ഇല്ലാത്തവന് ഈമാനിന്റെ സമ്പൂർണതയില്ല. അള്ളാഹുവുമായിട്ട് അയാളുടെ ബന്ധം എത്ര മികച്ചതാണ് എന്ന് അയാൾ വിചാരിച്ചാലും അള്ളാഹുവിന്റെ അടിമകളുമായിട്ടുള്ള ബന്ധത്തിന് ആ മികവില്ലെങ്കിൽ അയാളുടെ ഈമാനിന് മികവില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം റസൂലുള്ള പറഞ്ഞ, വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമാണത്. ഏറ്റവും സമ്പൂർണമായ ഈമാൻ ഏറ്റവും സമ്പൂർണമായ സൽ സ്വഭാവമാണ് എന്നത്. അതുകൊണ്ട് ഈമാനിനെയും സൽ സ്വഭാവത്തിനെയും നമ്മൾ വിചാരിച്ചാൽ വേർതിരിക്കാൻ സാധ്യമല്ല. ഇസ്ലാം അത് രണ്ടിനെയും ഒന്നായി, ഒരേകമായി
പരസ്പര പൂരകമായ രണ്ട് ഘടകങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്ന ഓർമ്മയോടുകൂടി എല്ലായ്പ്പോഴും സൽസ്വഭാവം പുലർത്തിക്കൊണ്ട് അത് ഈമാനാണ് എന്ന വിചാരത്തോടുകൂടി നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ ഭാര്യാമക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ നാട്ടുകാരോട്, നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന അന്യമതസ്ഥരായ നമ്മുടെ സഹോദരീ സഹോദരന്മാരോട് എല്ലാവരോടും ഈ സ്വഭാവത്തിന്റെ മികവ് കൊണ്ട് ഇതാണ് ഈമാൻ എന്ന് നമ്മോട് പറയുവാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വനസല്ലി വനസല്ലിമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സർവശക്തനായ പടച്ച റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള നല്ല മനസ്സ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുഷിച്ച തിന്മകൾ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിനോടുള്ള ബന്ധവും അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള ബന്ധവും രണ്ടും ഒരേപോലെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരലോകത്ത് നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോൾ നന്മയുടെ തുലാസ് കനം തൂങ്ങുന്ന, അങ്ങനെ രക്ഷപ്പെടുന്ന, അവന്റെ സ്വർഗം വാങ്ങിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ, സൽക്കർമ്മികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുർ റഹീമീനാണ്, കരുണാവാരിധിയാണ്. അവന്റെ കരുണ കൊണ്ട് പുറത്തു തരുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സഹോദരന്മാരുടെയും മാനസികവും ശാരീരികവും സാമ്പത്തികവും കുടുംബപരവുമായ എല്ലാവിധത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുന്ന, ശിഫ നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. എല്ലാവർക്കും ആശ്വാസവും സൗഭാഗ്യവും സമൃദ്ധിയും സമ്പന്നതയും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اغفر لنا ما مضى وأصلح لنا ما بقي يا أكرم الأكرمين. ربنا تقبل منا صالح أعمالنا يا عزيز يا جبار. اللهم ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا